സംസ്ഥാന പാതയിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെയും മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണം രണ്ടാം ഘട്ടത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെയും മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണം രണ്ടാം ഘട്ടത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉദ്ഘാടന വേദിയായ മുക്കം മിനി പാർക്കിന് സമീപത്തേക്ക് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. തുടർന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. മുക്കം ടൗൺ ഒന്നാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മിനി പാർക്ക് സംരക്ഷിച്ച് നിലവിലെ പാലം പൊളിക്കാതെ പാലത്തിന്റെ വലതുഭാഗത്ത് പുതിയ മറ്റൊരു പാലം നിർമ്മിക്കാനാണ് പദ്ധതി. 6 മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുക. നിലവിലെ പാലത്തിന് 6.5 മീറ്ററാണ് വീതിയുള്ളത്. 7,25 ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചത്. 4.8 കോടി രൂപ ചെലവഴിച്ചാണ് മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ രണ്ടാം ഘട്ടം നടക്കുന്നത്. ഈ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുക്കം SK പാർക്ക് നവീകരണം, തൃക്കുടമണ്ണ റോഡ് നവീകരണം, ഓർഫനേജ് റോഡ് നവീകരണം ഉൾപ്പെടെയാണ് രണ്ടാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ PT ബാബു, വൈസ് ചെയർപേഴ്സൺ KP ചാന്ദിനി, പ്രജിത പ്രദീപ്, പൊതുമരാമത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ്, KT ശ്രീധരൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.